PM ശ്രീയിൽ CPI തിരക്കിട്ട ചർച്ചകൾ നടത്തുകയാണ് എന്നാണ് വിവരം. നേതാക്കളോട് തിരുവനന്തപുരത്ത് എത്താൻ നിർദ്ദേശിച്ചതായും സൂചനയുണ്ട്. നാളെ രാവിലെ പ്രത്യേക യോഗം ഇതുമായി ബന്ധപ്പെട്ട് ചേരും. മന്ത്രിസഭാ യോഗം വൈകുന്നേരമായതുകൊണ്ട് തന്നെ അതിനു മുമ്പ് ചില വിഷയങ്ങളിൽ കൃത്യമായ തീരുമാനമെടുക്കാനാണ് CPIയുടെ നീക്കം എന്നാണ് മനസ്സിലാക്കുന്നത്. KPCCയിലും തർക്കം നടക്കുകയാണ്. AICC നേതാക്കളോട് KPCC അധ്യക്ഷൻ കൃത്യമായി എല്ലാം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള പരാതി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത സമയമാണ്. കേരളത്തിലെ നേതാക്കൾ ഒരുമിച്ച് നിൽക്കണം. പരസ്പരം തല്ലുകൂടിയാൽ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാകും ഏറ്റുവാങ്ങേണ്ടി വരിക. സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. അനുനയം മന്ത്രിസഭയോളം PM ശ്രീയിൽ അയയാതെ CPI. MA ബേബിയുടെ ഇടപെടലും ഫലം കണ്ടില്ല. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് CPI സെക്രട്ടേറിയറ്റ്. സമവായ ചർച്ചകൾ തുടരാൻ CPM. നിർണായക ചർച്ചകൾക്ക് മണ്ഡലത്തിലെ പരിപാടികൾ ഒഴിവാക്കി MV ഗോവിന്ദൻ തിരുവനന്തപുരത്തേക്ക്. SIR തുടങ്ങി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് മുന്നോടിയായി കളക്ടർമാരുമായി ചർച്ച നടത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കാൻ നിർദ്ദേശം. SIR ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള തീരുമാനം അംഗീകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് K സുരേന്ദ്രൻ. കരുതലോടും ജാഗ്രതയോടും. മോന്ത ചുഴലിക്കാറ്റ് തീരം തൊട്ടു. ആന്ധ്രാപ്രദേശിലെ മച്ചിലപട്ടണത്തിന് സമീപം 110 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്നു. ആന്ധ്രയിൽ കനത്ത മഴ. 19 ജില്ലകളിൽ റെഡ് അലർട്ട്. ട്രെയിനുകൾ റദ്ദാക്കി. വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ശക്തിയേറിയ കൊടുങ്കാറ്റായ മെലീസ ജമൈക്കൻ തീരത്തേക്കടുക്കുന്നു. പുനഃസംഘടനയിൽ സങ്കടമൊഴിയാതെ. KPCC പുനഃസംഘടനയിലെ അതൃപ്തി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ച് നേതാക്കൾ. ഭിന്നതകൾ മാറ്റി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം. സംസ്ഥാന നേതൃത്വത്തെ പരസ്യമായി വിമർശിച്ച് K സുധാകരൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങാൻ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ തീരുമാനം. കുറ്റവാളികൾക്കായി അസാധാരണ നീക്കങ്ങൾ. TP ചന്ദ്രശേഖരൻ വധക്കേസ് കുറ്റവാളികളെ രക്ഷിക്കാൻ വീണ്ടും സർക്കാർ നീക്കം. പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ജയിൽ സൂപ്രണ്ടുമാർക്ക് ജയിൽ ആസ്ഥാനത്ത് നിന്ന് കത്ത്. അസാധാരണമായ നടപടിക്രമമെന്ന് KK രമ. വാഗ്ദാനങ്ങളുടെ തേജസ്വി പ്രാൺ. തെരഞ്ഞെടുപ്പ് ചൂടിൽ ബീഹാർ. പ്രകടന പത്രിക പുറത്തിറക്കി മഹാഗഡ്ബന്ധൻ. സ്ത്രീകൾക്ക് മാസം 2500 രൂപ നൽകും. കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി. 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകുമെന്നും തേജസ്വി പ്രാൺ പത്രിക. നാളെ സംയുക്ത റാലിയുമായി കോൺഗ്രസും RJDയും. ഒന്നിച്ചു ചോദിക്കാൻ SIT. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബു 4 ദിവസം കസ്റ്റഡിയിൽ. റാന്നി കോടതി ഉത്തരവ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. ദേവസ്വം ഭരണസമിതിയുടെ പങ്കിലും അന്വേഷണം. Gold Cup goes to the overall champions, Thiruvananthapuram. ഇനി കണ്ണൂരിൽ കാണാം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആദ്യ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കി തിരുവനന്തപുരം. ഓവറോൾ കിരീടം 1825 പോയിന്റുമായി. അത്ലറ്റിക്സ് കിരീടം മലപ്പുറത്തിന്. അടുത്ത മേള കണ്ണൂരിൽ. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയ്ക്ക് നാളെ കാൻബറയിൽ തുടക്കം. അറിയില്ലെങ്കിൽ എന്ത്? കേരള സർവകലാശാല വീണ്ടും വിവാദത്തിൽ. സംസ്കൃതം അറിയാത്ത SFI നേതാവിന് സംസ്കൃതത്തിൽ PhD നൽകാൻ സർവകലാശാല ശുപാർശ ചെയ്തെന്ന് ആരോപണം. ശുപാർശ തടയണമെന്ന് ഡീൻ. സ്റ്റോറി ഓഫ് ദി ഡേ. തോൽവികളിലും മായരുത് പുഞ്ചിരികൾ. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇടഞ്ഞു നിൽക്കുന്ന CPIയിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്.
പുതിയ നിർദ്ദേശങ്ങൾ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് വയ്ക്കാനാകുമോ എന്നതടക്കം വിശാലമായ ചർച്ചയാണ് നടക്കുന്നത്. ബിനോയ് വിശ്വം ഇന്ന് ആകെ പ്രതികരിച്ചത് ലാൽ സലാം എന്ന് മാത്രം. ബേബി വിളിച്ചിട്ടും വഴങ്ങാതെയാണ് CPI മുന്നോട്ട് പോകുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ എത്തില്ല എന്ന് ഉറപ്പിക്കുകയാണ്. ഇനിയും സമയമുണ്ട്. നാളെ വൈകുന്നേരം 4 മണിക്കാണ് മന്ത്രിസഭാ യോഗം ചേരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുവരെ അനുനയ നീക്കങ്ങൾക്ക് സമയമുണ്ട്. അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നാണ് മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനം നേരത്തെ ഉണ്ടായത്. മുന്നണി ബന്ധം കൂടുതൽ ഉലയാനുള്ള സാധ്യതയാണ് മുന്നിൽ ഉള്ളത്. അൻഫിലിറ്റ് ഡിസൂസ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അൻഫിലിറ്റ്, ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്ന് CPI ഉറപ്പിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാരെ പങ്കെടുപ്പിക്കുന്നില്ല. പക്ഷേ അനുനയ നീക്കങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. MV ഗോവിന്ദൻ അടക്കം അനുനയത്തിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ അഖില, തീർച്ചയായും ഇനി അങ്ങോട്ടുള്ള സമയങ്ങൾ എന്ന് പറയുന്നത് ഉദ്യോഗഭരിതമായ ഒരു നിമിഷങ്ങളിലൂടെ തന്നെയാണ് ഇടതുമുന്നണി കടന്നു പോകുന്നത്. കാരണം നാളെ രാവിലെ ക്യാബിനറ്റ് മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ അതിൽ CPI മന്ത്രിമാർ 4 CPI മന്ത്രിമാർ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം, പൂർണ്ണമായും ആ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ ഇടതുമുന്നണി വലിയൊരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തി നിൽക്കുന്നതെന്ന് തന്നെ നമുക്ക് കൃത്യമായി അനുമാനിക്കാൻ കഴിയും. കാരണം CPI ആ നിലപാടിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകുന്നുമില്ല. MOUവിൽ നിന്ന് പിന്മാറാനുള്ള നിർദ്ദേശങ്ങൾ അടക്കമാണ് CPI മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം CPM ആകട്ടെ അതിനപ്പുറത്തേക്കുള്ള ഒരു എത്ര ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ട് പോലും CPI നിന്ന് പിന്മാറുന്നില്ല. മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് ചർച്ച ചെയ്യുന്നു. CPM ജനറൽ സെക്രട്ടറി MA ബേബി നേരിട്ടിറങ്ങി ചർച്ച ചെയ്യുന്നു. പക്ഷേ ആ ചർച്ചകളൊന്നും തന്നെയും സമവായത്തിലെത്താത്ത, അതിലൊന്നും തന്നെ അനുനയ നീക്കം ഫലം കാണാത്തൊരു സാഹചര്യം തന്നെയാണ്. MOയിൽ നിന്ന് പിൻവാങ്ങി എന്നാണോ കൃത്യമായി എപ്പോഴാണ് ബോധ്യപ്പെടുന്നത്, ആ ബോധ്യപ്പെടുന്നത് വരെയും ഈ മുന്നണിയുമായി അല്ലെങ്കിൽ മന്ത്രിസഭയുമായി ചേർന്ന് പോകാൻ മന്ത്രിമാർക്ക് സാധ്യമല്ല എന്നൊരു നിലപാട് തന്നെ എടുത്തിരിക്കുകയാണ്. പക്ഷേ അതിനോടകം തന്നെയും പല രീതിയിലുള്ള ചർച്ചകളും നീക്കങ്ങളും ഒക്കെ സജീവമായി നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെയും ഇന്ന് ഈ രാത്രി വരെയും ഫലം കണ്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ രാവിലെ സാധാരണഗതിയിൽ രാവിലെയാണ് ക്യാബിനറ്റ്. പക്ഷേ നാളത്തെ ക്യാബിനറ്റ് വൈകിട്ട് 3:30 മാറ്റിയിട്ടുണ്ട്. അതൊരു പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന് ഈ അനുനയ നീക്കത്തിനുള്ള സമയം കുറച്ച് കൂടുതൽ കിട്ടുമെന്നുള്ള കണക്കുകൂട്ടലിലൊക്കെ ആയിരിക്കാം. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നത് രാവിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു യോഗം രാവിലെ ചേരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് മന്ത്രിസഭാ യോഗം 3:30 മാറ്റിയെന്നാണ്. എന്തൊക്കെയായാലും നാളെ CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ, വിട്ടു നിൽക്കുകയാണെങ്കിൽ അത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ തിരിച്ചടി തന്നെയാകും മുന്നണിയിൽ ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് CPM നേരിടുന്നത് വലിയൊരു വലിയ രീതിയിലുള്ള ഒരു ആഘാതം തന്നെയാകും. CPM-നായാലും ഒരുപക്ഷെ CPIക്ക് ആ രീതിയിലുള്ള രാഷ്ട്രീയ തിരിച്ചടി തന്നെയാകും. CPIയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായൊരു സമ്മർദ്ദത്തിലാണ് CPI ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനകത്ത് എത്ര ക്യാബിനറ്റുകൾ ഇനി അതിനുശേഷം 5-ാം തീയതി ഒരു ക്യാബിനറ്റ് ഉണ്ട്. ആ ക്യാബിനറ്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതിനു മുമ്പ് 4-ാം തീയതി, തലേ ദിവസം 4-ാം തീയതി CPIയുടെ സ്റ്റേറ്റ് കൗൺസിലൊക്കെ ചേരുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ രാവിലെ സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒക്കെ ചേരുമ്പോൾ ഈ ക്യാബിനറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ടതായുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ എടുക്കും. പക്ഷേ അതിനു മുൻപ് ആ ഒരു ഇടവേളയ്ക്ക് മുൻപ് ഏതെങ്കിലും രീതിയിലൊക്കെ തന്നെ ഒരു സമവായ ചർച്ചയും സമവായ സാധ്യതകളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയെ തന്നെയാണ് CPM-ഉം CPI-യും. എന്തൊക്കെ സംഭവിച്ചാലും പക്ഷേ ഇനിയുള്ള ഓരോ മണിക്കൂറുകളും അല്ലെങ്കിൽ നാളത്തെ ദിവസം എന്ന് പറയുന്നത് അതീവ നിർണായകമായ ഒരു ദിവസം തന്നെയാണ് CPIയെ സംബന്ധിച്ചോളം CPM-നെ സംബന്ധിച്ചോളം. കാരണം ഈ നിലപാടിൽ ഉറച്ച് ഇരുകൂട്ടരും CPM-ഉം CPI-യും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്കും വിള്ളലിലേക്കും ഒക്കെ തന്നെയാകും ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കടക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഖില, തീർച്ചയായും അൻഫിലിറ്റ് സൂചിപ്പിച്ചതുപോലെ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് CPI പിന്നോട്ട് പോയില്ലെങ്കിൽ തീർച്ചയായും അത് മുന്നണിക്കുള്ളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. മുന്നണിയുടെ ബന്ധത്തിൽ കൂടുതൽ ഒരു ഉലയൽ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. ഒപ്പം മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ പങ്കെടുക്കാതിരിക്കുന്നത് ഭരണപരമായി കൂടി വലിയ പ്രതിസന്ധിയാകും സംസ്ഥാനത്ത് ഉണ്ടാക്കുക. ഏതായാലും ചർച്ചകൾ ഇനിയും തുടരുകയാണല്ലോ. ആ ചർച്ചകളിൽ ഏതു തരത്തിലുള്ള മറുപടിയാണ് ഉണ്ടാവുക, എന്ത് തരത്തിലുള്ള നിലപാടാണ് CPI എടുക്കാൻ പോവുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതേസമയം ഈ വിഷയത്തിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആദ്യം മുതൽ, അതായത് PM ശ്രീയുമായി ബന്ധപ്പെട്ട് ആദ്യം ചർച്ച തുടങ്ങിയപ്പോൾ മുതൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ്. PM ശ്രീ തർക്കം ഒരു തരത്തിലും ഭരണത്തെ ബാധിക്കില്ല എന്നാണ് CPI മന്ത്രിമാർ അവകാശപ്പെടുന്നത്. ഇടത് നയമാണ് രണ്ട് പാർട്ടികളും ഉയർത്തിയതെന്ന കാര്യം പറയുമ്പോഴും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്ന് കൂടി പറഞ്ഞു വയ്ക്കുകയാണ് CPI മന്ത്രിമാർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട CPIയുടെ ഒരു ഭിന്നത ഭരണതലത്തിൽ പ്രതിഫലിക്കുന്നില്ലല്ലോ അങ്ങനെ ഇല്ലേ എന്നുള്ളൊരു ചോദ്യത്തിന് മന്ത്രി പ്രസാദ് മറുപടി നൽകുന്നുണ്ടായിരുന്നു. തർക്കമുണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ചർച്ചയിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ലായിരുന്നല്ലോ എന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. എന്നാൽ ഈ വിഷയത്തിൽ ഇനി കൂടുതൽ പ്രതികരണങ്ങൾ താൻ നടത്തേണ്ടതില്ല,
മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പാർട്ടിയും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നതുകൊണ്ട് തന്നെ താൻ കൂടുതലായി ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. പക്ഷേ CPIക്ക് ഒരു പരോക്ഷ മറുപടിയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി, ഇന്ന് നൽകിയത്. അധികാരത്തിലുള്ളതുകൊണ്ട് CPI മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയില്ല എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. പ്രതികരണങ്ങൾ കേൾക്കാം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പം ഇതൊക്കെ കൂടത്തില്ലായിരുന്നല്ലോ. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും അവരുടെ ഉന്നതതലത്തിൽ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അത് പിന്നെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം അതിൻ്റെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ടേക്ക് വെച്ച എല്ലാ മുദ്രാവാക്യവും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് എന്ന തെറ്റിദ്ധാരണ വേണ്ട. അതാണ് പരിമിതി. ഈ ഗവൺമെൻറ്റിന് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനാവും. പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ, അതായത് ഈ PM ശ്രീയിൽ ഒപ്പുവെച്ച് നടപടിക്കെതിരെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ സംഘടനകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും സംഘർഷത്തിൽ ആ പ്രതിഷേധങ്ങൾ അവസാനിക്കുകയും ചെയ്തു. നാളെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ബന്ദ് നടത്തുമെന്ന് KSU പ്രഖ്യാപിച്ചിട്ടുണ്ട്. KSU, മുസ്ലിം സ്റ്റുഡൻറ് ഫെഡറേഷൻ, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളാണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നുള്ള ആവശ്യമാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാനത്തിന്റെ ആവശ്യം തള്ളിക്കൊണ്ട് SIR മുന്നോട്ട് പോകും എന്ന് കഴിഞ്ഞ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായിരിക്കുകയാണ്. നാളെ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിക്കാൻ കളക്ടർമാർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. SIR നടപ്പാക്കുന്നതിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണെന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തുകയാണ്. തിടുക്കം ഈ ജനവിധി അട്ടിമറിക്കാനാണ് എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുകയാണ്. പക്ഷേ അങ്ങനെയല്ല, SIRമായി മുന്നോട്ട് പോകുന്നത് ഈ സംസ്ഥാനത്തിന് വലിയ നേട്ടമാണുണ്ടാവുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. 2002-2004 കാലഘട്ടത്തിലെ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നത്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് തുടക്കമായതോടെ എന്യൂമറേഷൻ ഫോമിന്റെ പ്രിന്റിംഗ് ആരംഭിച്ചു. നവംബർ 3 ശേഷം BLOമാർ വഴി ഫോമുകൾ വോട്ടർമാർക്ക് കൈമാറും. കരട് വോട്ടർ പട്ടിക 2025 ഡിസംബർ 9 പ്രസിദ്ധീകരിക്കും. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജനുവരി 8. അന്തിമ വോട്ടർ പട്ടിക 2026 ഫെബ്രുവരി 7 പ്രഖ്യാപിക്കും. ആൻഡമാൻ നിക്കോബാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, കേരളം, ലക്ഷദ്വീപ്, മധ്യപ്രദേശ്, പുതുച്ചേരി, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റിവെക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. BJP ഒഴികെയുള്ള പാർട്ടികൾ SIRനെ എതിർക്കുന്നതും ഇതേ കാരണം കൂടി ചൂണ്ടിക്കാട്ടിയാണ്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ജോലികളെ SIR ബാധിക്കില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്ന് വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ വ്യക്തമാക്കിയത്. ജില്ലകളിൽ നാളെ തന്നെ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിക്കാൻ കളക്ടർമാരോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പ്രത്യേക തീവ്ര പുനഃപരിശോധന ഉടനടി നടപ്പാക്കിയേ തീരൂ എന്ന നിർബന്ധം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയനിഴലിലാക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. SIR രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. SIR ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. കേരളം പ്രത്യേകമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ഇപ്പോൾ ഇത് അടിച്ചേൽപ്പിച്ചത് ജനങ്ങളോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ്. ഇലക്ഷൻ കമ്മീഷൻ പ്രകടിപ്പിക്കുന്ന ഒരു സാഡിസ്റ്റ് മനോഭാവമാണ്. ജനങ്ങളുടെ ദുരിതത്തിൽ, പ്രയാസങ്ങളിൽ സന്തോഷിക്കുന്ന മനോഭാവമാണ്. അതിനെ ഞങ്ങൾ എല്ലാ തലങ്ങളിലും ഞങ്ങൾ എതിർക്കും. വോട്ടർ പട്ടിക പരിഷ്കരണം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. പൗരന്മാർക്ക് അവരുടെ വോട്ട് സംരക്ഷിക്കാൻ സഹായകരമായ നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നത്. സംസ്ഥാനത്ത് പ്രതിഷേധങ്ങൾക്കിടയിലും SIR നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആന്ധ്രാപ്രദേശിനെ ഭീതിയിലാക്കി മോന്താ ചുഴലിക്കാറ്റ് മച്ചിലപട്ടണത്തിന് സമീപം തീരം തൊട്ടു. വിവിധ സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രതയിലാണ്, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. നിരവധി ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയതായി സൗത്ത് സെൻട്രൽ റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. പാസഞ്ചർ ട്രെയിനുകളും എക്സ്പ്രസ് ട്രെയിനുകളും
ഒക്കെ അക്കൂട്ടത്തിൽ ഉണ്ട്. മോശം കാലാവസ്ഥയെ തുടർന്ന് വിശാഖപട്ടണം വിമാനത്താവളത്തിൽ നിന്നുള്ള ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് കമ്പനികളുടെ വിമാന സർവീസുകൾ നേരത്തെ റദ്ദാക്കിയിരുന്നു. ഒപ്പം നമ്മുടെ സംസ്ഥാനത്തും മഴ ശക്തമായി തുടരുകയാണ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേവിക ചന്ദ്രൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ദേവിക, തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രതയിലാണ്. കനത്ത മഴ ഉണ്ടാകുന്നുണ്ട്, ശക്തമായ കാറ്റ് വീശുന്നതുകൊണ്ട് തന്നെ വലിയ മുൻകരുതൽ NDRF അടക്കം അവിടെ എത്തി ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നുണ്ട്. ഒഡീഷ, തമിഴ്നാട് തീരങ്ങളിലും ശക്തമായ ഒരു ജാഗ്രത തുടരുകയാണ്. ഒപ്പം സംസ്ഥാനത്തും ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ മഴ പെയ്യുകയാണല്ലോ. വിശദാംശങ്ങൾ. അഖില, തീർച്ചയായും മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയിലുള്ള ചുഴലിക്കാറ്റാണ് ഈ ആന്ധ്രാപ്രദേശിലെ മച്ചിലിപ്പട്ടണത്തിന് സമീപം തീരം തൊട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശും ഒഡീഷയും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രതയിലാണ്. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു സെക്രട്ടേറിയറ്റിലെ കൺട്രോൾ റൂമിലിരുന്ന സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. കാരണം താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെയൊക്കെ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. വീടുകളിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് എന്ന ജാഗ്രതാ നിർദ്ദേശവും ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഈ സംസ്ഥാനങ്ങളെല്ലാം ഉള്ളത്. 22 കമ്പനി NDRF സേനയെയാണ് ഇരു സംസ്ഥാനങ്ങളിലുമായി ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലുമായി നിലവിൽ വിന്യസിച്ചിട്ടുള്ളത്. കനത്ത ജാഗ്രതയിൽ തന്നെയാണ്. കാരണം ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും അതിശക്തമായ കാറ്റുമൊക്കെയാണ് ഈ ഒരു സംസ്ഥാനങ്ങളിൽ വരും മണിക്കൂറുകളിൽ അനുഭവപ്പെടുക. അത് തന്നെയാണ് ഈ സംസ്ഥാനങ്ങളെ ഭീതിയിൽ ആഴ്ത്തുന്നതും. എന്തായാലും സംസ്ഥാനത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അറബിക്കടലിലും തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ മൊൻത ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കൊണ്ടുകൂടി ഈ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. നിലവിൽ 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണുള്ളത്. തെക്കൻ ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കും ഇടിമിന്നലിനും 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൊച്ചി ധനുഷ്കോടി പാതയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ സംസ്ഥാനത്ത് ഇതുവരെ ഈ കനത്ത മഴയിൽ മഴക്കെടുതിയിൽ 2 മരണങ്ങളാണ് ഇടുക്കിയിലും ആലപ്പുഴയിലുമായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. വരും മണിക്കൂറുകളിലും അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അഖില, ദേവിക ചന്ദ്രൻ പറഞ്ഞതുപോലെ അതീവ ജാഗ്രതയിലാണ് സംസ്ഥാനം. ഒപ്പം തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഈ മൊൻത ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായ ജാഗ്രത തുടരുകയാണ്. ട്രെയിൻ സർവീസുകളൊക്കെ പലതും റദ്ദാക്കി, ചിലതൊക്കെ വഴിതിരിച്ചുവിട്ടും വിമാന സർവീസുകളുമൊക്കെ അങ്ങനെ തന്നെയാണ്. അത്തരത്തിൽ കൃത്യമായ ഇടപെടൽ നടക്കുന്നുണ്ട്. വലിയ ദുരന്തമുണ്ടാകാതെ ഈ ചുഴലിക്കാറ്റ് വീശിപ്പോകാനുള്ള മുൻകരുതലാണ് ഓരോരുത്തരും എടുക്കുന്നത്, ഓരോ സംസ്ഥാനങ്ങളും എടുക്കുന്നത്. പ്രത്യേകിച്ചും ആന്ധ്രയും ഒഡീഷയും തമിഴ്നാടും ശക്തമായ മുൻകരുതൽ എടുക്കുന്നുണ്ട്. തെലങ്കാനയും കേരളവും കർണാടകയും അടക്കമുള്ള സംസ്ഥാനങ്ങൾക്കും ആവശ്യമായ മുൻകരുതൽ എടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തിയേറിയ കൊടുങ്കാറ്റായ മെലീസ ജമൈക്കൻ തീരത്തോട് അടുക്കുന്നു. മണിക്കൂറിൽ 275 കിലോമീറ്റർ വേഗതയിൽ തീരം തൊടുമെന്നാണ് മുന്നറിയിപ്പ്. കാറ്റഗറി 5 പെടുന്ന തീവ്ര ചുഴലിയാണ് മെലിസ ജമൈക്കയ്ക്ക് മേൽ വൻ ദുരന്തം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. ദ്വീപിൽ ശക്തമായ മഴയും കാറ്റുമാണ് അനുഭവപ്പെടുന്നത്. വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ രാജ്യത്ത് അതീവ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പുനഃസംഘടന കഴിഞ്ഞ് ഒരുപാട് ദിവസമായെങ്കിലും ആ പുനഃസംഘടനയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് KPCCയിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. KPCC പുനഃസംഘടനയെ ചൊല്ലിയുള്ള തർക്കം ഹൈക്കമാൻഡിന് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ് നേതാക്കൾ. ഭിന്നതകൾ മാറ്റി തെരഞ്ഞെടുപ്പിനായി ഐക്യത്തോടെ ഇറങ്ങിയേ മതിയാവൂ എന്നുള്ള കർശന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. അതിനിടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി K. സുധാകരൻ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയാണ് VD സതീശൻ മടങ്ങിയത്. പക്ഷേ VD സതീശൻ ഹൈക്കമാൻഡിന് മുന്നിൽ സംസ്ഥാനത്തെ KPCC അധ്യക്ഷൻ ആവശ്യമായ ചർച്ചകൾ പല വിഷയങ്ങളിലും നടത്തുന്നില്ല എന്നുള്ളൊരു പരാതി ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പുനഃസംഘടനയെ ചൊല്ലിയുള്ള കടുത്ത ഭിന്നതകൾക്കിടയിലാണ് KPCC നേതാക്കൾ ഹൈക്കമാൻഡുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആസന്നമായ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സംഘടനാ കാര്യങ്ങളും രാഷ്ട്രീയ സ്ഥിതിയും നേരിട്ടറിഞ്ഞ് പ്രചാരണത്തിനായി നേതൃത്വത്തെ സജ്ജമാക്കുകയാണ് ഹൈക്കമാൻഡിന്റെ ലക്ഷ്യം. KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, മുൻ KPCC അധ്യക്ഷന്മാർ അടക്കം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. KPCC പുനഃസംഘടനയിലെ തർക്കങ്ങളും പുനഃസംഘടന പൂർത്തീകരിക്കാൻ വൈകുന്നതിലെ VD സതീശന്റെ വിട്ടുനിൽക്കലും അടക്കം ചർച്ചയായി. ഗ്രൂപ്പുകളുടെ പരാതിയും പ്രതിഷേധവുമൊക്കെയും ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിച്ചു. We are meeting all the leaders, discussing, and we are taking feedback about local authority elections and also assembly elections. And after that, again we will meet general leaders, and after that feedback what is to be done
and their suggestion is very important, and that's why this meeting is. അതേസമയം സംസ്ഥാനത്തെ നേതൃത്വം തന്നെയാണ് അനൈക്യത്തിന്റെ കാരണക്കാരെന്ന് കെ സുധാകരൻ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചു. നേതൃത്വത്തിനെതിരായ വിമർശനം മാധ്യമങ്ങളോടും കെ സുധാകരൻ പരോക്ഷമായി ഉന്നയിച്ചു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം വരാനിരിക്കെ തർക്കങ്ങളൊക്കെ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി പ്രചാരണത്തിന് മുന്നിട്ടിറങ്ങണമെന്ന് ഹൈക്കമാൻഡ് നേതാക്കളോട് നിർദ്ദേശിച്ചു. എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്തുവെന്നും നേതൃത്വം അറിയിച്ചു. There are many points to be noted and discussed. It was a very serious meeting we have conducted. And I'm so happy to the High Command that they have taken every small issues into consideration and we have discussed in a very long way. നവംബർ 1 മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം UDF ആരംഭിക്കും. തർക്കങ്ങളൊക്കെ പരിഹരിച്ചുവെന്നാണ് KPCC അധ്യക്ഷന്റെ പ്രതികരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ നവംബർ ആദ്യം പ്രഖ്യാപിക്കും. ഞങ്ങൾ എല്ലാ തലത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നേറും. എന്നാൽ യോഗശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ VD സതീശൻ തയ്യാറായില്ല. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉടൻ മടങ്ങുകയും ചെയ്തു. അമൃത ന്യൂസ്, ഡൽഹി, തിരുവനന്തപുരം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ചൂട് അങ്ങനെ കൊഴുത്തു മുന്നോട്ട് പോവുകയാണ്. വലിയ ചർച്ചകൾ ബീഹാറിൽ പല വിഷയങ്ങൾ നടക്കുന്നുണ്ട്. തൊഴിലില്ലായ്മ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ബീഹാറിലാണ് മഹാഗഡ്ബന്ധൻ ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കിയത്. തേജസ്വിയുടെ പ്രതിജ്ഞ എന്ന തലക്കെട്ടോടെയാണ് പ്രകടന പത്രിക ഇറക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല എന്നുള്ളത് RJDയും കോൺഗ്രസും തമ്മിലുള്ള തർക്കമാണോ എന്നുള്ള തരത്തിലൊക്കെ ചർച്ചകൾ വരുന്നുണ്ട്. പക്ഷേ അടുത്ത ദിവസം രാഹുൽ ഗാന്ധിയും തേജസ്വിയും സംയുക്തമായി റാലികൾ നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളിലും ഒരാൾക്ക് സർക്കാർ ജോലി നൽകുന്നതിനുള്ള നിയമം പാസാക്കുമെന്നതാണ് പ്രധാന വാഗ്ദാനം. മൈ ബഹിൻമാൻ യോജന പ്രകാരം സ്ത്രീകൾക്ക് ഡിസംബർ 1 മുതൽ പ്രതിമാസം 2500 രൂപ നൽകുമെന്നും എല്ലാ കുടുംബങ്ങൾക്കും 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകുമെന്നും പത്രികയിൽ ഉൾപ്പെടുന്നു. ഭൂരഹിതർക്കും ഭവനരഹിതർക്കും സ്വന്തമായി ഭൂമിയും വീടും നൽകുമെന്നും സ്ത്രീകൾക്കും കർഷകർക്കുമായി പ്രത്യേകം പദ്ധതികൾ നടപ്പാക്കുമെന്നും പത്രികയിൽ വ്യക്തമാക്കുന്നു. വഖഫ് ഭേദഗതി നിർത്തിവയ്ക്കും എന്നതുൾപ്പെടെ ന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും തൊഴിലാളി വർഗത്തിനും വേണ്ടിയുള്ള നിരവധി വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിലുണ്ട്. നിതീഷ് കുമാറിനെ വെച്ച് BJP അധികാരം കൈയാളുകയാണെന്നും ഇത്തവണ നിതീഷ് മുഖ്യമന്ത്രിയാകില്ല എന്നും തേജസ്വി യാദവ് പറഞ്ഞു. NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചോദ്യവും തേജസ്വി യാദവ് വീണ്ടും ഉയർത്തി. ऐसा कह दिया कि हो ही नहीं सकता. वही 2020 में लोग बोलते थे कि कैसे होगा क्या होगा. और हम आपको कह के जा रहे हैं, जिस परिवार के पास सरकारी नौकरी नहीं है उस परिवार में एक सरकारी नौकरी हम लोग मिलकर के देंगे. ये होने वाला है. इसमें किसी को असमंजस की स्थिति नहीं रखनी चाहिए. RJD നേതാവ് തേജസ്വി യാദവ് നേരത്തെ നടത്തിയ പ്രഖ്യാപനമാണ് പ്രകടന പത്രികയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെയും VIPയുടെയും CPIMന്റെയും CPIMLന്റെയും നേതാക്കൾ പങ്കെടുത്ത യോഗത്തിലാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. നാളെ രാഹുൽ ഗാന്ധി കൂടി പ്രചരണത്തിനായി എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് കളം പിടിക്കുകയാണ് മഹാഗഡ്ബന്ധന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, അമൃത TV. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കുറ്റവാളികൾക്കായി സർക്കാരിന്റെ അസാധാരണ നീക്കം. ആ വാർത്തയാണ് ഇന്ന് ഒരുപക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചത്. അവധി ആനുകൂല്യം നൽകി വിട്ടയക്കുന്നതിൽ സുരക്ഷാ പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിച്ച് ജയിൽ മേധാവി സെൻട്രൽ ജയിലുകളിലേക്ക് കത്ത് നൽകിയിരിക്കുന്നു. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കത്ത് എന്നുള്ളതുകൂടിയാണ് നമ്മളെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത്. കുറ്റവാളികൾക്കൊപ്പം എന്നുറപ്പിക്കുന്ന നടപടിയാണിതെന്ന് KK രമ പറയുകയാണ്. നിയമവിരുദ്ധമായ നീക്കമെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. 20 വർഷത്തേക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് സർക്കാർ വീണ്ടും TP വധക്കേസ് പ്രതികൾക്കായി കത്ത് നൽകിയിരിക്കുന്നത്. പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ച് സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും വിയൂർ അതീവ സുരക്ഷാ ജയിൽ സൂപ്രണ്ടിനും ജയിൽ ആസ്ഥാനത്ത് നിന്നാണ് കത്തയച്ചിരിക്കുന്നത്. കത്തിൽ പരോൾ എന്നോ വിട്ടയക്കൽ എന്നോ വ്യക്തമാക്കിയിട്ടില്ല. പകരം വിടുതൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. TP കേസിലെ പ്രതികൾക്ക് എവിടെയായാലും ആനുകൂല്യം കിട്ടുന്നുണ്ടെന്നും സർക്കാരും പാർട്ടിക്കാരും പ്രതികൾക്കൊപ്പം ഉണ്ടെന്ന് കാണിക്കാനുള്ള നീക്കമാണിതെന്നും KK രമ MLA പറഞ്ഞു. ഇപ്പൊ ഇത്തരത്തിലൊരു കത്ത് ജയിൽ വകുപ്പ് മേധാവികൾക്ക് അയക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അങ്ങനെ സുരക്ഷാ പ്രശ്നങ്ങൾ അറിയേണ്ടത് ജയിൽ വകുപ്പ് മേധാവികളല്ലല്ലോ, അത് പോലീസ് ആസ്ഥാനത്താണല്ലോ അറിയേണ്ടത്. പോലീസുകാരാണല്ലോ ഇത്തരം സുരക്ഷാ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതും അത് റിപ്പോർട്ട് ചെയ്യേണ്ടതും. അപ്പൊ പരോള് പോലും കൊടുക്കുമ്പോൾ പോലീസുകാരോട്, ബന്ധപ്പെട്ട സ്റ്റേഷനുകളിലെ പോലീസുകാരോട് അന്വേഷിച്ച് അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് അറിഞ്ഞിട്ടാണ് ഏതൊരു പ്രതിക്കും പരോള് കൊടുക്കുക. അപ്പൊ ഇതൊക്കെ നിലനിൽക്കെ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് വളരെ വ്യക്തമായി
വിഷയമാണ്. സർക്കാരിന്റെ കാലാവധി 6 മാസം ഇരിക്കെ ഇവർക്ക് വേണ്ടി ഞങ്ങൾ ഇതെങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളോടൊപ്പം ഈ സർക്കാരുണ്ട്, ഈ പാർട്ടിയുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇങ്ങനെ ശ്രമം നടത്തുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമേ ഇതിനകത്ത് ഉദ്ദേശമുള്ളൂ. TK രജീഷ്, KK മുഹമ്മദ് ഷാഫി, S സിജിത്ത് എന്നിവരെ വിട്ടയക്കാൻ നേരത്തെ സർക്കാർ ശ്രമം നടത്തിയിരുന്നു. ഇത് വിവാദമായതിനെ തുടർന്നാണ് ഉപേക്ഷിച്ചത്. ഇവരെ വിട്ടയച്ചാലുണ്ടാകുന്ന സുരക്ഷാ പ്രശ്നം വിലയിരുത്തേണ്ടത് പോലീസാണ്. ഇക്കാര്യത്തിൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് പങ്കില്ല. പ്രതികൾ നിലവിൽ കഴിയുന്ന സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് മാത്രം കത്തയക്കാതെ മുഴുവൻ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും കത്തയച്ചത് എന്തിനെന്ന കാര്യം വ്യക്തമല്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ 4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം റാന്നി കോടതിയാണ് കസ്റ്റഡി അനുവദിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്ത് കേസിലെ കൃത്യമായ തെളിവുകൾ കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതി ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. തുടർന്ന് അന്വേഷണ സംഘം നൽകിയ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചാണ് 4 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. അടച്ചിട്ട കോടതി മുറിയിലാണ് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് RC അരുൺകുമാർ കസ്റ്റഡി അപേക്ഷയുടെ വാദം കേട്ടത്. മുരാരി ബാബുവിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്നും ഇരുവരും തമ്മിൽ പണമിടപാട് നടന്നിട്ടുണ്ടോ, ഗൂഢാലോചന നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണമെന്നും കസ്റ്റഡി അപേക്ഷയിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടി. 2019 ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണക്കവർച്ചയിൽ 2ാം പ്രതിയും ശ്രീകോവിലിലെ കട്ടിളപ്പാളിയിലെ സ്വർണ്ണക്കവർച്ച കേസിൽ 6ാം പ്രതിയുമാണ്. മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്യലിനു ശേഷം ശബരിമലയിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അത്തരം നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും. ഇതിനിടെ കേസിലെ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഈ മാസം 30-ന് അവസാനിക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. കൗമാര കേരളത്തിന്റെ കുതിപ്പിന് ഇന്ന് അങ്ങനെ അവസാനമായി. കായികമേളയിലെ ആദ്യ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ട ആതിഥേയരായ തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വിജയികൾക്ക് സമ്മാനിച്ചു. അടുത്ത കായിക മാമാങ്കത്തിന് കണ്ണൂരാണ് വേദിയാവുക. സംസ്ഥാന കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്നത് 2ാം തവണയാണ്. അതിൽ പങ്കെടുത്തത് 20,000-ഓളം കായിക താരങ്ങൾ. ഒക്ടോബർ 22-ന് തുടങ്ങിയ മത്സരങ്ങൾ പൂർത്തീകരിച്ചത് 41 ഇനങ്ങളിലായി 10,000-ഓളം മത്സരങ്ങൾ. തകർത്തെറിഞ്ഞത് 34 ഇനങ്ങളിലെ മീറ്റ് റെക്കോർഡുകൾ. സംസ്ഥാന തലത്തിലുള്ള കായികമേളയിൽ ഇത്രയധികം റെക്കോർഡുകൾ തകർക്കപ്പെടുന്നത് ഇതാദ്യമായാണ്. ഇത്തവണത്തെ കായികമേളയ്ക്ക് ഇങ്ങനെ അനേകം പ്രത്യേകതകളുണ്ട്. ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഏർപ്പെടുത്തിയ സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരത്ത് നടന്ന സമാപന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആതിഥേയരായ തിരുവനന്തപുരത്തിന് കൈമാറി. 1825 പോയിന്റാണ് ജില്ല നേടിയത്. The Chief Minister's Gold Cup goes to the overall champions, Thiruvananthapuram. പോയിന്റ് നേടിയ തൃശൂർ 2ാമതും 859 പോയിന്റോടെ കണ്ണൂർ 3ാമതുമെത്തി. മികച്ച സ്കൂൾ ജനറൽ വിഭാഗത്തിൽ മലപ്പുറം കടകശ്ശേരി ഐഡിയൽ EHSും, 2ാമതായി പാലക്കാട് വടവന്നൂർ VMHSും, 3ാമതായി മലപ്പുറം തിരുനാവായ നാവാമുകുന്ദ HSസും ട്രോഫികളും ക്യാഷ് പ്രൈസും ഏറ്റുവാങ്ങി. മികച്ച സ്പോർട്സ് സ്കൂൾ വിഭാഗത്തിൽ തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂൾ ചാമ്പ്യന്മാരായി. കൊല്ലം സായിയും വയനാട് CHSും 2ാം സ്ഥാനം പങ്കിട്ടപ്പോൾ 3ാം സ്ഥാനം തലശ്ശേരി സായിയും കോതമംഗലം MA കോളേജ് സ്പോർട്സ് ഹോസ്റ്റലും പങ്കിട്ടു. ഒളിമ്പിക് മാതൃകയിൽ പ്രൗഢഗംഭീരമായി സംസ്ഥാന സ്കൂൾ കായികമേള സംഘടിപ്പിച്ച കേരളം മറ്റുള്ളവർക്ക് മാതൃകയാണെന്നും ഈ സംസ്ഥാനത്തിന്റെ ഗവർണറായിരിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വീടിന്റെ കാര്യം മാത്രമല്ല, ദേശീയ തലത്തിൽ കായിക മത്സരത്തിന് പോകുന്ന കുട്ടികൾക്ക് DA വർദ്ധിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി സമാപന വേദിയിൽ ഉറപ്പു നൽകി. പരിപാടിയിൽ മന്ത്രിമാരും MLAമാരും മേയർ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു. അടുത്ത വർഷം സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ആതിഥ്യം വഹിക്കുന്ന കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി കായികമേളയുടെ പതാക മന്ത്രി ശിവൻകുട്ടിയിൽ നിന്ന് ഏറ്റുവാങ്ങി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
കായികമേളയിൽ സമ്മാനം നേടിയ എല്ലാ പ്രതിഭകൾക്കും അഭിനന്ദനം. ഒപ്പം ഇനി കണ്ണൂരിലേക്ക് എത്താൻ വേണ്ടിയുള്ള പോരാട്ടം അല്ലെങ്കിൽ ആ മത്സരത്തിൻ്റെ ഒരു വീറും വാശിയും കണ്ണൂരിൽ കാണാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം അവർക്ക് വിട നൽകുകയാണ്. ഈ ക്രിക്കറ്റിലേക്ക് വന്നാൽ ഇന്ത്യ ഓസ്ട്രേലിയ T20 പരമ്പരയ്ക്ക് നാളെ ഓസ്ട്രേലിയൻ തലസ്ഥാനമായ ഓസ്ട്രേലിയയിൽ തുടക്കമാവുകയാണ്. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ്. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. മലയാളി താരം സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറാകും. T20 ലോകകപ്പിന് 4 മാസം മാത്രം ശേഷിക്കെ ഈ പരമ്പര ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓസ്ട്രേലിയക്കെതിരായ 3ാം ഏകദിനത്തിൽ ഫീൽഡിങ്ങിനിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഇന്ത്യൻ താരം ശ്രേയസ് അയ്യരുടെ ആരോഗ്യനിലയിൽ പുരോഗതി. ഒരാഴ്ച കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്നാണ് സൂചന. വിസ നടപടികൾ പൂർത്തിയായാൽ ഉടൻ കുടുംബാംഗങ്ങൾ എത്തിച്ചേരും. സിഡ്നിയിലെ ഡോക്ടർമാർക്കൊപ്പം ടീം ഡോക്ടറുടെ സേവനവും ശ്രേയസിന് ലഭിക്കുന്നുണ്ട്. ശ്രേയസ് ഫോണിൽ തങ്ങളോട് സംസാരിച്ചിരുന്നുവെന്ന് ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവ് പറഞ്ഞു. No, we spoke to him at least first day जब पता चला कि उसको इंजरी हुई है तो मैंने पहले उसको ही फ़ोन किया. फिर मुझे पता चला उसके पास फ़ोन नहीं है. फिर मैंने अपने फिजियो को फ़ोन किया कमलेश जैन को. उन्होंने बताया कि वो स्टेबल है. फर्स्ट डे तो पता नहीं सकते कैसे बट ही वॉज लुकिंग गुड. बट अभी 2 दिन से बात हो रही है.